ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ കരൺ കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നാട്. ഭൗതിക ശരീരം കാൺപൂരിലെ വീട്ടിലെത്തിച്ചു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. छत पे आके दूर आ गया एक बार काम नहीं बन गया ना दिक्कत हुआ है तो ये कनेक्ट करने के लिए ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, 4 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ജമ്മുകശ്മീരിലെ പൂഞ്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ തിരിച്ചടി ശക്തമാക്കി സൈന്യം മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു ഭീകരനടക്കം വധിക്കുകയും ചെയ്തു. ഇപ്പോൾ സൈനികൻ കരൺ കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നാട്. രജനി, ഉത്തർപ്രദേശ് കാൺപൂർ സ്വദേശിയാണ് ലാൻസ് നായിക് കരൺകുമാർ. അദ്ദേഹത്തിന്റെ സ്വവസതിയിലേക്ക് ഇപ്പോൾ കരൺകുമാറിന്റെ ഭൗതികദേഹം സൈന്യം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അന്തിമ യാത്രയാണ് നടക്കുന്നത്. വലിയ ജനക്കൂട്ടം നമുക്ക് വസതിയിൽ കാണാൻ സാധിക്കുന്നു. കാൺപൂരിൽ നിന്ന് മാത്രമല്ല, UP-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ലാൻസ് നായിക് കരൺകുമാറിനെ അവസാനമായി കാണുന്നതിന് വേണ്ടി, നാടിന്റെ പ്രിയപുത്രന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാൺപൂരിലെ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക്, വസതിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഭാരതത്തിന്റെ ദേശീയ പതാകയും ഒപ്പം ഭാരത് മാതാ ജയ് വിളികളുമായി ഗ്രാമവാസികളും ഒപ്പം ആ സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവസാനമായി ലാൻസ് നായിക്കിനെ കാണുന്നതിന് വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ് കാൺപൂരിൽ നിന്നും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ രജൌരിയിൽ 21-ാം തീയതിയാണ് ഭീകരാക്രമണത്തിൽ ഭാരതത്തിന്റെ 4 സൈനികരെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. രാജ്യാന്തര അതിർത്തി വഴി നുഴഞ്ഞു കയറിയ പാക് അനുകൂല ഭീകര ശക്തികൾ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മറ്റൊരു സെർച്ച് ഓപ്പറേഷന് പോവുകയായിരുന്ന 2 സൈനിക വാഹനങ്ങൾക്ക് നേരെയാണ് ഭീകരർ ഒളിച്ചിരുന്ന് നിറയൊഴിച്ചത്. ഒരു ജിപ്സിയും ഒരു ടാങ്കറിനും നേരെ വെടിവെക്കുകയായിരുന്നു. അങ്ങനെ 4 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 4 സൈനികർ വീരമൃത്യു വരിച്ചു. അതിൽ കരൺകുമാർ, അദ്ദേഹം ഈ ജിപ്സി വാഹനത്തിൽ ഉണ്ടായിരുന്ന സൈനികനാണ്. ഇദ്ദേഹവും ഈ സെർച്ച് ഓപ്പറേഷന്റെ ഭാഗമായി ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ കരൺകുമാറിന് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഭൗതിക ശരീരം കാൺപൂരിലെ വീട്ടിലെത്തിച്ചു. ആയിരക്കണക്കിന് പേരാണ് അവസാനമായി ഭാരതപുത്രന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൗതമായിരുന്നു വിവരങ്ങൾ നൽകിയത്.